ഹായ് ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പന്നി ഇറച്ചി എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളത് കുഞ്ഞിതായിട്ട് മുറിച്ചു, എന്നിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ചെറിയ നാരങ്ങ ഫുള്ളും ഇട്ടിട്ട് വേവിച്ചു. ഓക്കെ, അപ്പോൾ വേവിച്ചെന്ന് വെച്ചാൽ 2 വിസിലടിച്ചു, അടിച്ചിട്ട് വെച്ചു. ഇനിയിപ്പോൾ അടുത്തത് ദേ ഈ ജാറിൽ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പിന്നെ ഉള്ളി, പിന്നെ പച്ചമുളക് എല്ലാം കൂടി അരിച്ച് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഉള്ളിയായിരുന്നു കേട്ടോ, പക്ഷേ ഉള്ളി ഇല്ല, ഉള്ളി നോക്കിയപ്പോൾ ഉള്ളിയില്ല. അപ്പോൾ സവാള ഒരു പകുതി കഷ്ണം സവാള ഇട്ടു. വേപ്പില അത്യാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്, വേപ്പില കുറച്ച് കൂടുതൽ വേണം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്. എൻ്റെ ദൈവമേ, തുമ്മൽ വന്നേ. നന്നായിട്ട് അരിച്ചെടുക്കണേ. അപ്പോൾ ഇതേപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പേസ്റ്റ് ആക്കണ്ട, ഇതേപോലെ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അങ്ങ് മിക്സ് ചെയ്യും, എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി അടിക്കും. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി അടിച്ചു കഴിഞ്ഞാൽ വേവ് കറക്റ്റാവും. പിന്നെയും നമ്മൾ ആ കൂട്ടൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒരു 2 വിസിലടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ വിസിലടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സവാള 2 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അരിയണം. ഓക്കെ, അപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്നതാണ്. നന്നായിട്ട് ഈ വെള്ളം വറ്റണം കേട്ടോ. അപ്പം ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ സവാള നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഇടണം കേട്ടോ. കുറേ വെളിച്ചെണ്ണ ഇടുന്നത്, ഇതിൽ ഓൾറെഡി നല്ല നെയ്യ് ഉണ്ടാവും. ഇത്തിരി വെളിച്ചെണ്ണ ഇട്ടിട്ട് സവാള വാട്ടുക, വേപ്പില ഇടുക, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല ഇത്തിരി, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്ര മാത്രം മതി. ഇട്ടിട്ട് വരട്ടിയിട്ട് ഇത് അങ്ങോട്ട് ഇടുക, തട്ടുക. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് വറ്റി പോട്ടെ. ഡ്രൈ ആയിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടി. ഞാൻ കഴിക്കാറില്ല, സോറി. ആൾ കഴിക്കുമ്പോൾ പറയും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വറ്റട്ടെ കേട്ടോ. നന്നായിട്ട് വറ്റി അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ ഊറി വരും. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഡ്രൈ ആക്കിയിട്ടില്ല. ഡ്രൈ ആക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്നുവെച്ചാൽ ചോറിന് കഴിക്കാൻ വേണ്ടിയാണ്. വരുമ്പോൾ എന്തായാലും ചോറ് കഴിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ ചോറിന് കഴിക്കാൻ വേണ്ടി കുറച്ച് ചാറായിട്ട് നോക്കുകയും വിചാരിച്ചു, ഇങ്ങനെ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.